ഞാൻ ഫാദർ തോമസ് വടക്കേൽ, പാലാ രൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ കോട്ടയത്തുള്ള വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരിയിലെ പൊണ്ടിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ CBCIയുടെ ഡോക്ടറൽ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് കൂടി ശുശ്രൂഷ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ കൗൺസിലിന്റെ KCBCയുടെ ഡോക്ടറൽ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ടും കൂടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് ഇടയിലാണ് പുതുതായിട്ട് ഒരു ശുശ്രൂഷ മേഖലയും കൂടി ലഭിച്ചിരിക്കുന്നത്. ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്റ്റ് 16th വറ്റിക്കൻ ഫൗണ്ടേഷനിലേക്ക് അവർ രൂപീകരിച്ചിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്മിറ്റിയിലേക്ക് ഒരു അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്റ്റ് 16th വറ്റിക്കൻ ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചാൽ, 2010 ആരംഭിച്ച വറ്റിക്കാനിൽ ആരംഭിച്ചിരിക്കുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ദൈവശാസ്ത്ര ദർശനങ്ങളെ കൂടുതലായിട്ട് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ ബെനഡിക്റ്റ് പിതാവിന്റെ ജന്മദിനത്തിന്റെ 100 വർഷങ്ങളോട് അനുബന്ധിച്ച് ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് 2025-2027 വർഷങ്ങളിലേക്ക്. ഈ പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ബെനഡിക്റ്റ് പിതാവിന്റെ എല്ലാ ദൈവശാസ്ത്ര പ്രബോധനങ്ങളെയും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരുക്കമായിട്ടാണ് ഈ ഫൗണ്ടേഷൻ ഒരു ഇന്റർനാഷണൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തകൾ നൽകുക, തെറ്റുകൂടാതെ വിശ്വാസ സത്യങ്ങളെ മനസ്സിലാക്കുക. അത് യൂണിവേഴ്സിറ്റികളിലും ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മാത്രമല്ല, എല്ലാവരിലേക്കും അത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഫൗണ്ടേഷൻ രൂപീകൃതമായിരിക്കുന്നത്. ഈ ഫൗണ്ടേഷന് അതിൻ്റെതായിട്ടുള്ള ധാരാളം ഉദ്ദേശ്യങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ദൈവശാസ്ത്രം പഠിക്കുന്നവരെ, പ്രത്യേകിച്ച് റാറ്റ്സിംഗർ പിതാവിന്റെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ദൈവശാസ്ത്ര ചിന്തകളുടെ പഠനങ്ങൾ നടത്തുന്നവരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ നാഷണൽ കോൺഫറൻസുകൾ, കൊളോക്യം അത് സംഘടിപ്പിക്കുക. അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും വിശ്വാസ സത്യങ്ങളെയും ദൈവശാസ്ത്രത്തെയും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളുമായിട്ട് സഹകരിച്ചും ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷനിലേക്കാണ് ഒരു ഇന്റർനാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് ഞാൻ നിയമിതനായിരിക്കുന്നത്. 2 വർഷത്തെ ഒരു പ്രോഗ്രാമാണ് ഇത്. 2027 ഏപ്രിൽ മാസം 16 കൂടെ റോമിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരിക്കും ഇതിന്റെ അവസാന ഭാഗത്ത് നടക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ദൈവശാസ്ത്ര പ്രബന്ധങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ആയിട്ട് അവിടേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന ഒരു സമ്മേളനത്തോടു കൂടെയായിരിക്കും ഈ ഒരു പ്രത്യേക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മനോഹരമായിട്ടുള്ള എൻസിക്ലിക്കൽസും അപ്പസ്റ്റോളിക് എക്സോർട്ടേഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഏറെ മനോഹരമായി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവശാസ്ത്രത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച്, ക്രിസ്തുമതത്തിനുള്ളൊരു ആമുഖത്തെക്കുറിച്ച്, വിവിധങ്ങളായിട്ടുള്ള ഗഹനങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ബെനഡിക്റ്റ് 16 ജോസഫ് റാറ്റ്സിംഗർ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പഠനങ്ങളെ എല്ലാം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിലുള്ള എഴുത്തുകളെ കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 വർഷക്കാലം ഇന്ത്യയിൽ കൂടുതലായിട്ട് ദൈവശാസ്ത്ര സിമ്പോസിയങ്ങള്, കോൺഫറൻസുകള്, ലോക്കൽ ആൻഡ് നാഷണൽ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു 2 വർഷ പ്രോജക്റ്റിന്റെ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള എൻസിക്ലികളിൽ ഒന്ന് ദേവൂസ് കാരിത്താസ് എസ്ത്, സ്പേ സാൽവി, കാരിത്താസ് ഇൻ വേരിതാത്തെ തുടങ്ങിയവയാണ്. അവയെക്കുറിച്ചുള്ള പഠനങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അപ്പസ്റ്റോളിക് എക്സോർട്ടേഷൻസിനെ കുറിച്ചുള്ള പഠനങ്ങളുമെല്ലാം ഈ ഒരു പഠന പരിപാടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ജോസഫ് റാറ്റ്സിംഗറിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന് ജീസസ് ഓഫ് നാസറത്ത് ആണ്. 3 വാല്യങ്ങളിലായിട്ട് ഇറക്കിയിട്ടുള്ള 2007, 2011, 2012 വർഷങ്ങളിൽ ഇറക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള 3 വോള്യൂംസ് ആണ് ജീസസ് ഓഫ് നാസറത്ത്. ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്ന ആ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പഠനവും ഈ ഒരു കാലയളവിൽ നടത്താനായിട്ടാണ് ഈ കമ്മിറ്റിയുടെ ഒരു ഉദ്ദേശ്യം.
ഈ കമ്മിറ്റിയുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ രാജ്യത്ത് നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു നിയോഗം. ഈ ഒരു ഇന്റർനാഷണൽ കമ്മിറ്റിയിലേക്ക് അംഗമായി ചേർക്കപ്പെട്ടതിനെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ജോസഫ് റാറ്റ്സിംഗറിന്റെ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദൈവശാസ്ത്രം എല്ലായിടത്തേക്കും പ്രചരിപ്പിക്കാനായിട്ട്, പ്രൊമോട്ട് ചെയ്യാനായിട്ട് ദൈവം നൽകിയ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഏറെ നന്ദി.